നമസ്കാരം. CMRL സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതീവ കരുതലോടെയും പഴുതടച്ചും നീങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി വിധി അനുകൂലമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറക്കാനും വിദേശ അക്കൗണ്ടുകളിലെ പണമിടപാടുകൾ അരിച്ചുപെറുക്കാനും ED തീരുമാനിച്ചു. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ നൽകുന്നതിനൊപ്പം CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെ വരും ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. ലഭിച്ച പണം എന്തു ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കാൻ അതിശക്തമായ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ED അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള CMRLന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസി നീക്കങ്ങൾ ത്വരിതപ്പെടുത്തുന്നത്. ഹൈക്കോടതി വിധി EDക്ക് കേസുമായി മുന്നോട്ടു പോകാൻ വലിയ നിയമസാധുതയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ വീണയുമായും CMRLുമായും ബന്ധപ്പെട്ട് ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ ED വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് പരിശോധനയുടെ ഭാഗമായി വീണയോട് ED ഉദ്യോഗസ്ഥർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും വ്യക്തമായ മറുപടികളൊന്നും ലഭിച്ചിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുൻനിർത്തി നടത്തിയ പരിശോധനകളിൽ ലഭിച്ച നിർണായക രേഖകളുടെ അടിസ്ഥാനത്തിൽ വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. പരിശോധനകൾക്ക് പിന്നാലെ ED ഡയറക്ടർ രാഹുൽ നവീന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം തൃപ്തികരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് വിലയിരുത്തിയ യോഗം ബാക്കി അന്വേഷണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കേസുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിലെ 242ഓളം അക്കൗണ്ടുകളിലായി ഏകദേശം 18 കോടിയോളം രൂപ ED ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു അക്കൗണ്ട് വീണയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിനു പുറമെ വീണയുടെ ബാങ്ക് ലോക്കർ തുറന്നു പരിശോധിക്കാനും ED തീരുമാനിച്ചിട്ടുണ്ട്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. കേസിലാകെ 132 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ കള്ളപ്പണ ഇടപാടിൽ നിന്നാണ് വീണ ഉൾപ്പെടെയുള്ളവർക്ക് CMRL പണം നൽകിയിട്ടുള്ളത്. ഈ തുക ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ അവരിലേക്കെല്ലാം അന്വേഷണം നീളും. CMRL നിന്നും കൈപ്പറ്റിയ പണം വീണ എന്തിനാണ് ഉപയോഗിച്ചത്, എവിടെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നതിലാണ് EDക്ക് വ്യക്തത വരേണ്ടത്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ സമഗ്രമായ തുടരന്വേഷണത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ED. എന്നാലും ED രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവർ റെയ്ഡ് നടത്തിയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലുള്ള വീണയുടെ വസതിക്ക് മുന്നിൽ CPM പ്രവർത്തകർ ഇവരെ നേരിട്ടിരുന്നു. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടും EDയുടെ അന്വേഷണം മുറുകുന്ന സാഹചര്യമുണ്ട്. കൊച്ചിയിൽ പ്രത്യേക അവലോകന യോഗം ചേർന്ന് ED ഡയറക്ടർ രാഹുൽ നവീന്റെ സാന്നിധ്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും യോഗം വിലയിരുത്തലുകൾ ധാരാളം നടത്തുന്നുണ്ട്. അന്വേഷണ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് വിവിധ ബാങ്കുകളിലെ 242 അക്കൗണ്ടുകളിലായുള്ള 18 കോടിയോളം രൂപയാണ് ED ഇതിനകം മരവിപ്പിച്ചിട്ടുള്ളത്. ഇതിലൊരു അക്കൗണ്ട് വീണയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന വാർത്തയടക്കം മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു.